വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അത് കരമന അഖിൽ വധത്തിൽ മുഖ്യപ്രതികൾ മുഴുവനും അറസ്റ്റിലായി എന്നുള്ളതാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സുമേഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായിട്ടുണ്ട്. ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും ഒടുവിലുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? റജിത്ത, തലസ്ഥാന പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ നീക്കമാണ് അവർ നടത്തിയിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് വീഴ്ച എന്ന ചെറിയ ആക്ഷേപം ഉയർന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അല്പസമയം മുൻപാണ് ഒളിവിലായിരുന്നു, അതായത് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത കരമനയിൽ പട്ടാപ്പകൽ നടുറോഡിൽ അഖിൽ എന്നയാളെ കല്ല് വലിച്ചെറിഞ്ഞും അതേപോലെ തന്നെ കമ്പിവടി കൊണ്ട് മർദ്ദിച്ചും കൊലപ്പെടുത്തിയ 3 പേരിൽ ഒളിവിലായിരുന്ന പിടികിട്ടാനുള്ള സുമേഷിനെ കൂടി ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ്, കരമന പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത നിരവധി ആളുകളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. സുമേഷിനെ കൂടാതെ ഇന്ന് ഉച്ചയോടുകൂടി വിനീത് രാജ് എന്ന കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടയാളെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളിൽ നിന്ന് പിടിച്ചിരുന്നു. മാത്രവുമല്ല, അഖിൽ എന്ന അപ്പു, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പുവിനെയും തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് വലയിലാക്കിയിരുന്നു. അങ്ങനെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ, കൂടാതെ കൊലയാളി സംഘത്തിന്റെ വാഹനത്തിന് ഡ്രൈവറായിരുന്ന അനീഷ്, അനന്തു കൊലപാതക കേസിലെ പ്രതിയും അഖിൽ കൊലക്കേസിലെ ഈ കൊലപാതക കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയുമായ ഹരിലാല്, കൂടാതെ പാപ്പരങ്കോട് ബാറിൽ വെച്ച് ഈ കൊലപാതകത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിലേക്ക് നയിച്ച ആ പാപ്പരങ്കോട് ബാറിലെ സംഘർഷ സംഭവത്തിൽ കൊല്ലപ്പെട്ട അഖിലുമായി കയർത്ത തർക്കമാദ്യമുണ്ടായ കിരൺ കൃഷ്ണ, അയാളും പിടിയിലായിട്ടുണ്ട്. കൂടാതെ ഈ മുഖ്യപ്രതിയായിട്ടുള്ള അഖിലപ്പുവിനെ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച കിരണിനെയും പോലീസ് പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ ഉൾപ്പെട്ട 3 പേരെയും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചിലരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അവരിലേക്കടക്കം പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തിരിഞ്ഞിട്ടുമുണ്ട്. റീജിത്ത്, ശരി, നാടിനെ നടുക്കി അതിക്രൂരം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന കരമന കൊലപാതകത്തിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും അറസ്റ്റിലായിരിക്കുകയാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ചിലർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്.